ഈ അടുത്ത് കണ്ട 3 മികച്ച സിനിമകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. ആദ്യത്തേത് നെറ്റ്ഫ്ലിക്സിലുള്ള ലീവ് ദ വേൾഡ് ബിഹൈൻഡ് എന്ന അപ്പോകാലിപ്റ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ തുരുതുരയെന്ന് കുറെ സിനിമകൾ വരുന്നുണ്ടെങ്കിലും അതിൽ മികച്ചതെന്ന് തോന്നുന്ന സിനിമകൾ വളരെ കുറവാണ്. അങ്ങനെ മികച്ചതെന്ന് തോന്നിയ ഒരു സിനിമയാണ് ലീവ് ദ വേൾഡ് ബിഹൈൻഡ്. മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് അമേരിക്കക്കാർക്ക് കൂടുതലുള്ള ഒരു ചിന്തയാണെന്ന് തോന്നുന്നു എ സെൻസ് ഓഫ് ഇംപെൻഡിംഗ് ഡൂം. ഒരു കാറ്റസ്ട്രോഫി അവരുടെ രാജ്യത്തെ അല്ലെങ്കിൽ മൊത്തം ലോകത്തെ നശിപ്പിക്കുന്ന തീമുകൾ ഫ്രീക്വന്റ്ലി അവരുടെ സിനിമകളിൽ കാണാറുണ്ട്. മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ അധിനിവേശം, ഗ്ലോബൽ പവറായി നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ സബ് കോൺഷ്യസ് ലെവലിലുള്ള ചിന്തകളായിരിക്കാം ഒരുപക്ഷെ ഈ അപ്പോകാലിപ്റ്റിക് ടൈപ്പ് സിനിമകളുടെ ഉറവിടം. എന്തായാലും അങ്ങനെ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ലീവ് ദ വേൾഡ് ബിഹൈൻഡ്. ജൂലിയ റോബർട്സിന്റെ അമാൻഡ ഹസ്ബൻഡിനും കുട്ടികൾക്കുമൊപ്പം വെക്കേഷന് വേണ്ടി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെത്തുന്നു. വലിയൊരു ആഡംബര വീട്ടിലാണ് അവരവിടെ താമസിക്കുന്നത്. എന്നാൽ അവരവിടെ എത്തിയതിനു ശേഷം സ്ട്രേഞ്ച് ആയ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഉദാഹരണത്തിന്, വലിയൊരു ഓയിൽ കപ്പൽ അവർ ബീച്ചിലിരിക്കുമ്പോൾ കൺട്രോൾ ഇല്ലാതെ തീരത്ത് ഇടിച്ചു കയറുന്നു. അവർ തിരിച്ച് ആ വീട്ടിലെത്തുമ്പോൾ വൈഫൈ, TV ഒന്നും വർക്ക് ചെയ്യുന്നില്ല. കൂടാതെ അന്ന് രാത്രി സർപ്രൈസിംഗ് ആയി ആ വീടിന്റെ ഉടമസ്ഥരാണെന്ന് പറഞ്ഞ് അച്ഛനും മകളുമുള്ള ഒരു ബ്ലാക്ക് ഫാമിലി ആ വീട്ടിലേക്ക് വന്ന് അവിടെ താമസിക്കണമെന്ന് പറയുന്നു. അങ്ങനെ കുറെ വിയേർഡ് ആയിട്ടുള്ള സംഭവങ്ങളിലൂടെ സിനിമ മുന്നോട്ട് പോകുന്നു. സിനിമയുടെ ഒരു പ്രത്യേകത, കണ്ടു കഴിയുമ്പോൾ പല വ്യാഖ്യാനങ്ങളും നമുക്ക് സങ്കല്പിക്കാം. വലിയ കപ്പൽ തീരത്ത് ഇടിച്ചു കയറുന്നത്, മാനുകൾ കൂട്ടത്തോടെ വന്ന് തുറച്ചു നോക്കുന്നത് തുടങ്ങി സിനിമയിലെ ചില ഇമേജസ് നമ്മുടെ മനസ്സിൽ സിനിമ കഴിയുമ്പോഴും തങ്ങി നിൽക്കും. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ഉള്ളവർ ഈ സിനിമ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാനാണ് സാധ്യത. അടുത്തത് ഒരു മലയാളം സിനിമയാണ്. ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ഫാമിലിയാണ് സിനിമ. ഈ സിനിമയുടെ പ്രിവ്യൂ കാണാനുള്ള ഒരു അവസരമുണ്ടായി. സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഫാമിലി അഥവാ കുടുംബം എന്ന് കേൾക്കുമ്പോൾ പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മറ്റു ബന്ധുക്കൾ, അവരുമായുള്ള നല്ല ഓർമ്മകൾ, മോശം ഓർമ്മകൾ, അങ്ങനെ പലതും. സമൂഹത്തിന്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന നിലയ്ക്ക് ഓരോ വ്യക്തിക്കും വേണ്ട, പലപ്പോഴും നമ്മൾ സപ്പോർട്ട് തേടുന്ന ഒന്നാണ് കുടുംബം. എന്നാൽ ചിലപ്പോഴൊക്കെ കുടുംബം ടോക്സിക് ആയി മാറാറുണ്ട്, അല്ലെങ്കിൽ കുടുംബ മഹിമ കാക്കാൻ ടോക്സിക് സംഭവങ്ങളെ ഒളിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു തീമാണ് ഫാമിലി കൈകാര്യം ചെയ്യുന്നത്. ഫാമിലി സ്ലോ പേസിൽ നീങ്ങുന്ന ഒരു സിനിമയാണ്. സ്റ്റില്ലായി നിൽക്കുന്ന ക്യാമറ കാണിക്കുന്ന പല വിഷ്വൽസും പേഴ്സണലി ഒരു മെഡിറ്റേറ്റീവ് ഫീൽ തരുന്നത് പോലെയാണ് തോന്നിയത്. വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു തീമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ചുറ്റിലുമുള്ള യഥാർത്ഥ വില്ലന്മാർ നമ്മുടെ സിനിമകളിൽ നമ്മൾ പതിവായി കാണുന്ന വില്ലന്മാരെ പോലെ ആയിരിക്കണം എന്നില്ല എന്ന തിരിച്ചറിവ് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. വിനയ് ഫോർട്ട് ഗംഭീരമായി അദ്ദേഹത്തിന്റെ റോൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചിരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിന്റെ ചില ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നാട്ടിൻ പുറത്ത് കാണുന്ന ചിലരെയൊക്കെ ഓർമ്മ വരും. നാട്ടിൻ പുറത്തെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങളാണ് സിനിമയിലുള്ളത്. അവരുടെ രീതികളും ആചാരങ്ങളും ഒക്കെ വളരെ ഭംഗിയായി സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞ് ഒരാൾ ചിത്രീകരിച്ച ഫീല് നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടും. മെയിൻ സ്ട്രീം സിനിമകളിൽ പെടാത്ത ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഡോൺ പാലത്തറയുടെ ഫാമിലി. അടുത്തത് നെറ്റ്ഫ്ലിക്സിലുള്ള മറ്റൊരു സിനിമയാണ്. 2019 പുറത്തിറങ്ങിയ ദ ബെസ്റ്റ് ഓഫ് എനിമീസ്. അമേരിക്കയിലെ ബ്ലാക്ക് കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ വായിച്ചും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. നിങ്ങളിൽ ചിലരൊക്കെ അമേരിക്കയിലെ കൂക്ലുക്സ് ക്ലാൻ അഥവാ KKK കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വൈറ്റ് സുപ്രീമിസിസ്റ്റുകളുടെ ഒരു സീക്രട്ട് ഗ്രൂപ്പാണ് KKK. ആന്റി ഇമിഗ്രേഷൻ, ആന്റി സെമിറ്റിസം, ഹോമോഫോബിയ ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ഇവരുടെ മെയിൻ ടാർഗറ്റ് ബ്ലാക്ക് അമേരിക്കൻസ് ആണ്. ദ ബെസ്റ്റ് ഓഫ് എനിമീസ് റേസ് ആൻഡ് റിഡംഷൻ എന്നൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണിത്. ശരിക്കും നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സിനിമയിൽ കാണിക്കുന്നത്. ബ്ലാക്ക് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയും KKKയിൽ പെട്ട ഒരു വൈറ്റ് സുപ്രീമിസിസ്റ്റുമാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. വെള്ളക്കാർക്കും കറുത്തവർക്കും വെവ്വേറെ സ്കൂളുകൾ ഉണ്ടായിരുന്ന സമയം, അതായത് കറുത്തവരെ വെളുത്തവർ തങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കാൻ അനുവദിക്കാതിരുന്ന സമയം. അതത്ര പണ്ട് നടന്ന സംഭവമൊന്നുമല്ല. 1971 വരെ അമേരിക്കയിലെ ചില സ്ഥലങ്ങൾ അങ്ങനെയായിരുന്നു എന്നത് ഷോക്കിംഗ് ആയ ഒരു കാര്യമാണ്. സിനിമയിൽ കാണിക്കുന്നത് KKKയുടെ ലീഡറായ CP എല്ലിസ് തന്റെ ഗ്യാസ് സ്റ്റേഷനിൽ കറുത്തവരെ ഫ്യൂവൽ നിറയ്ക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നാണ്. ആ സ്ഥലത്തെ കറുത്തവരുടെ സ്കൂളിന് തീപിടിക്കുന്നു. ആ സ്കൂളിലെ കുട്ടികൾക്ക് വെള്ളക്കാരുടെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുവേണ്ടി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കപ്പെടുന്നു. അതിൽ ബ്ലാക്ക് ആക്ടിവിസ്റ്റായ ആൻ അറ്റ്വാട്ടർക്കും KKKയുടെ ലീഡറായ CP എല്ലിസിനും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു. മറ്റുള്ളവരുടെ ജീവിതം നേരിട്ട് കാണാതെ അവരോട് ഒട്ടും ഇടപഴകാതെ ജീവിക്കുമ്പോൾ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നമ്മൾ അവരെക്കുറിച്ച് വെച്ച് പുലർത്തുമെന്നും സിമ്പിൾ ആയിട്ടുള്ള സ്ഥിരമായുള്ള ഇടപഴകലിലൂടെ ആ തെറ്റിദ്ധാരണകൾ എങ്ങനെ മാറ്റാമെന്നും വളരെ മനോഹരമായി സിനിമ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞ് കൂടുതൽ പോളറൈസ്ഡ് ആകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ റെലവന്റ് ആയ ഒരു സിനിമയാണ് ദ ബെസ്റ്റ് ഓഫ് എനിമീസ്. ഈ അടുത്തായി നിങ്ങൾ കണ്ട മികച്ച സിനിമകളുടെ പേരുകൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.